ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് സജിച്ചേട്ടൻ എന്ന് പറയും, നമ്മുടെ സ്വന്തം ചേട്ടനാണ്. ആ ചേട്ടൻ്റെ നമ്മളെ പോലെയല്ല, ചേട്ടന് കുറച്ച് നമ്മളെക്കാളൊക്കെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ചേട്ടനാണ്. ചേട്ടൻ ജന്മന കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉള്ള ആളാണ്. പിന്നെ ചേട്ടൻ കൂടാതെ ചേച്ചി 2 പിള്ളേരാണ് വീട്ടിലുള്ളത്. നമ്മൾ ചേട്ടൻ്റെ വീഡിയോസൊക്കെ പല ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ചേട്ടൻ തന്നെ പറഞ്ഞു, ചേട്ടൻ ഇലക്ട്രോണിക്സിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ലോട്ടറി കച്ചവടം ഒക്കെ ആയിരുന്നു. അന്നേരം കുറച്ച് ട്രാജഡികളും ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചേട്ടൻ ലോട്ടറി വിറ്റ സമയത്ത് ലോട്ടറി കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ വലിയൊരു വാർത്തയൊക്കെ ആയിരുന്നു. അതൊക്കെ പലരും കണ്ട കാര്യങ്ങളൊക്കെയാണ്. അന്നേരം ചേട്ടൻ്റെ ഒരു വീഡിയോ കുറച്ച് നാളായിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതുകൂടാതെ ചേട്ടൻ നല്ലതായിട്ട് പാട്ട് പാടും, പിന്നെ എന്നാ ചേട്ടാ ഇതിന് പിന്നെ പാചകം ചെയ്യും, പിന്നെ എൻ്റെ ഇത് വായിക്കുന്നത് മകത്തോർക്കണോ, കീബോർഡ് വായിക്കും. അന്നേരം പലതരത്തിലുള്ള കഴിവുകളുണ്ട് ചേട്ടന്. അന്നേരം ചേട്ടൻ്റെ ഇന്ന് നമ്മൾ എടുക്കുന്നത് ചേട്ടൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അന്നേരം നമ്മൾ ചേട്ടൻ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോ കിട്ടുമോ? ചേട്ടാ നമുക്ക് തുടങ്ങാം. നമുക്ക് കോവയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇത് കോവയ്ക്കാണ്. ഇത് ഞാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കട്ടെ, എളുപ്പമാർഗം ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കോവയ്ക്ക എടുത്ത് കഴുകുകയാണ്. ഇതിനകത്ത് കോവയ്ക്ക ഉണ്ട്, പച്ചമുളകുണ്ട്, അതെടുത്ത് പൈപ്പിൻ്റെ ഞാൻ അടുത്ത് കോവയ്ക്ക ഇതിലേക്ക് അരിഞ്ഞിടാൻ പോവാണ്. എല്ലാവർക്കും കയ്യുറയൊക്കെ വേണം, പക്ഷെ എനിക്കത് കയ്യുറ വേണ്ട. ഞാൻ റൗണ്ട് ആണ് ഈ കോവയ്ക്ക അരിയുന്നത്. അതിന് ഞെടുപ്പ് ചെത്തിക്കളയുന്നത്. ാണ് അരിയുന്നത്. എനിക്ക് കയ്യുറയൊന്നും വേണ്ട, കാരണം എല്ലാവരും കയ്യുറ വയ്ക്കും, പക്ഷെ എനിക്കത് വശമല്ല. അതുകൊണ്ട് എനിക്ക് കൈയൊന്നും മുറിയ തന്നെ ഈ കോവയ്ക്ക് തന്നെ അരിയാണ്. റൗണ്ടാണ്, കാരണം മെഴുക്ക് വരട്ടിക്ക് റൗണ്ട് അരിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് അരിയാണ്. അത് നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇതടുത്ത് സഹിച്ചേട്ടൻ ഇതെങ്ങനെ സഹിച്ചേട്ടാ പഠിച്ചേ? ഞാനിത് ഇങ്ങനെ പണ്ട് തൊട്ടാ എനിക്ക് പാചകം ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കോവയ്ക്ക അരിയുന്ന വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കും. വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വൈഫ് അംഗനവാടി ജോലി ചെയ്യുന്നുണ്ട്. അംഗനവാടി പോയിച്ചിട്ടുമ്പോഴത്തേന് ഞാൻ കോവയ്ക്ക കറി വെച്ച് അന്നേരം വൈഫിന്റെ അഭിപ്രായം എങ്ങനെയാണിത്, ആരാ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പൊ ഞാൻ പറയും കൂട്ടി നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് പറയാൻ പറയും. അങ്ങനെ പിന്നെ നമ്മുടെ വൈഫ് കൂട്ടി നോക്കി. പിന്നെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ നമ്മുടെ പരിപ്പ് ചാറ് വെക്കും. പരിപ്പ് എടുക്കുക, 3 പ്രാവശ്യം കഴുകി, നമുക്ക് എനിക്ക് മനസ്സിലൊരു സംതൃപ്തി നമ്മൾ കഴുകി പിന്നെ അതിൻ്റെ അകത്ത് ഉപ്പുപൊടി, അതിനാവശ്യമായ വെള്ളം ചേർത്ത് ഉപ്പുപൊടി, പച്ചമുളക്, ചെറിയ ഒരു നുള്ളു മഞ്ഞൾ പൊടി എല്ലാം കലർത്തി ഉപ്പൊക്കെ ചേർത്ത് അടുപ്പ് കുക്കറിനകത്ത് വെച്ച് വേവിക്കും. ഗ്യാസൊക്കെ ഞാൻ തന്നെ കത്തിക്കാം. ഗ്യാസൊക്കെ തന്നെ കത്തിച്ച് അടുപ്പ് വെക്കും. എന്നിട്ട് കുക്കർ അടച്ചിട്ട് അടുപ്പ് വെച്ച് 3 അല്ലെ 4 വിസിൽ പോയി കഴിയുമ്പോൾ എടുക്കും. അതിനകത്ത് പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ് പോയി കഴിയുമ്പോഴത്തേന് എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് എന്തായി വെളിച്ചെണ്ണ ചീനിച്ചട്ടിക്ക് വെച്ച് ചൂടാക്കും. അടുക്കടി ചേർക്കും, താളിക്കും അല്ലേ? താളിക്കും. അത് പിന്നെ ചോറ് വെക്കും.
അല്ല, ചേച്ചി ഒന്നും ഉണ്ടാക്കി തന്നില്ലേലും ജീവിക്കും. നമ്മള് നമുക്ക് ജീവിക്കാൻ നല്ലൊരു മാർഗമുണ്ട്. കുഴപ്പമില്ല, ആ കാര്യത്തിൽ നമ്മളാരും തോപ്പിക്കാനില്ല. ചേച്ചിക്ക് ഒക്കെ എല്ലാവർക്കും ഒരു സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. കാരണം എല്ലാവർക്കും കയ്യുറയൊക്കെ വേണം. അപ്പം ഈ കട്ടിംഗ് ബോർഡെ ഒന്നും വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? ഇല്ല, എനിക്കത് വശമല്ല. അല്ല, എനിക്കിങ്ങനെ കൈ പിടിച്ചാൽ എല്ലാവർക്കും പേടിയാണ്. ഞാൻ ഇങ്ങനെ കൈ പിടിച്ചാൽ ചെന്ന് പക്ഷെ അങ്ങനെ ആയി തീരും, അല്ലെങ്കിൽ കൈ മുറിയുവോ. പക്ഷെ എനിക്ക് കൈ മുറിയല്ല. പിന്നെ ഇത് കൂടാതെ ഞാൻ മീൻ വിട്ടു. മീൻ വിട്ടു. മീൻ എന്ന് പറഞ്ഞാൽ മത്തി, അയലൊക്കെ കൊണ്ടുവന്ന് എന്നെ ഒറ്റ പ്രാവശ്യം വൈഫ് തന്നെ ഒറ്റ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് മീൻ വെട്ടുന്ന വീഡിയോ തീർച്ചയായിട്ടും. മത്തിയൊക്കെ സുന്ദരമായിട്ട് എല്ലാവരും ചോദിക്കും ഇതാരാ വെട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ വൈഫ് എല്ലാവരും കാണിക്കും കേട്ടോ. ഞങ്ങള് സഹിച്ചാ മീൻ വെട്ടിയാണ് പറയാൻ കാണിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. കണ്ടില്ലാത്ത ഒന്നും എല്ലാം കാണാവുന്നവരൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തെടുത്തില്ലാന്ന് പറയും. അങ്ങനെ അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അതുകൊണ്ട് നേരത്തെയൊക്കെ വൈഫ് അംഗൻവാടി പോയി ചെല്ലുമ്പോഴത്തെ എല്ലാം പണിയും തീർത്ത് വെക്കുമായിരുന്നു. ഇപ്പം പിന്നെ പിള്ളേരായി, അപ്പം പിന്നെ ലോട്ടറി കച്ചവടമൊക്കെ ആയതുകൊണ്ടൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പോകും. പിന്നെ എന്നാലും അവസരം കിട്ടുമ്പം ചെയ്യും. ഇന്ന് രാവിലെ ചോറ് വെച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് സന്തോഷം പാചക പരിപാടിയൊക്കെ ദൈവം തന്നൊരു കഴിവ്. എനിക്കത് അപ്പം കോവയ്ക്ക് അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞത് ഇത് പച്ചമുളക് 2 പച്ചമുളക് മെഴുക്കുവരട്ടിയിലേക്ക് കുറച്ച് കോവയ്ക്കുള്ള മനസ്സിലാക്കുന്നത് നടുവ ഇങ്ങോട്ട് പൊളക്കും. നടുവ പൊളന്നിട്ട് അത് ഒരു മുളക് എടുത്ത് അതിൻ്റെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന പറഞ്ഞില്ലായിരുന്നോ? എന്നാലും അതെങ്ങനെയായിരുന്നു ലോട്ടറി കച്ചവടം? ഞാൻ ലോട്ടറി കച്ചവടം ചെയ്ത് പറഞ്ഞാൽ എന്റെ ലോട്ടറി പറ്റിക്കാണ്ട് സ്ഥിരമായിട്ട് 2-3 പേരുണ്ടായിരുന്നു. നമ്മൾ ലോട്ടറി ആയിട്ടും കൂടി ഇല്ലേ, ലോട്ടറി ആയിട്ട് ഇടുമ്പോഴത്തെ ഇവര് ഓരോരുത്തരും സൗണ്ട് മാറ്റി സംസാരിക്കുള്ളൂ. വന്നിട്ട് ഇവര് പറയുന്നത് എന്താ, ഇവർക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടോ നോക്കി എടുക്കാതെ നോക്കി എടുത്തിട്ട് 50 ലോട്ടറി വയ്ക്കുള്ളൂ. ഒരാളെടുത്തിട്ട് പിന്നെ 6 ടിക്കറ്റ് എടുക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പറിൽ എന്ന് പറയും. നമ്മൾ മേടിച്ചപ്പോൾ ടിക്കറ്റ് 44 കാണുള്ളൂ. അങ്ങനെ ഇതൊരു സ്ഥിരം പതിവാക്കി. അങ്ങനെ വന്നിട്ട് കടം കയറി ലോട്ടറി വിൽപ്പന നിർത്തിയാലോ എന്ന് ഇവർ ചിന്തിച്ചു. പിന്നെ ഒരു സ്ഥിരമായി ഇവർക്ക് മനസ്സിലായി എനിക്കിത് കാണാൻ പറ്റിയെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ സ്ഥിരം പറ്റിയില്ല. ഒരു ബുക്കോടെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു ബുക്കോടെ. അതെങ്ങനെ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരാൾക്കാരെ ഇങ്ങനെ പറ്റിക്കാൻ അവന്റെ ഒക്കെ മനസ്സെന്നാ അല്ലേ? അതാണ് വിചാരമില്ല. മനുഷ്യരെ പറ്റി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്. അപ്പൊ നമ്മുടെ മുളക് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. സവാളയാണ് ഇത് കേട്ടോ. സവാള എടുത്ത് 2ആയിട്ട് മുറിച്ച് വലിയ സവാള അല്ലേ? വലിയ സവാള കഴിഞ്ഞ സമയം വലിയ സവാളയാണ് ഇത്. ഇങ്ങനെ അരിയാണ്. കാരണം എന്നിട്ട് നമ്മൾ ആ ലോട്ടറിക്കാര് അവര് ഇങ്ങനെ ടിക്കറ്റ് എടുത്തോണ്ട് പോവുക. എന്നിട്ട് അവര് പിന്നെ വൈകുന്നേരം അവര് അല്ലെ തലേദിവസം ടിക്കറ്റ് എടുത്ത ആൾക്കാർ വൈകുന്നേരം വരുമല്ലോ എടുക്കാൻ. വൈകുന്നേരം വന്നിട്ട് അവര് പറയും അയ്യോ ഇന്നലെ ഞങ്ങള് ചേട്ടനോട് ടിക്കറ്റ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയും. പക്ഷെ ഈ 6 ടിക്കറ്റ് കൊണ്ടുപോയാലായിരിക്കും ഇനി പറയുന്നത്. എന്നാ ഇപ്പൊ ഈ കാണിച്ച് നോക്കണം. ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞത് ചേട്ടാ ടിക്കറ്റ് ഞാൻ എടുക്കാം, ടിക്കറ്റ് നോക്കണം പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ്റെ 20 ടിക്കറ്റ് ഒന്നിച്ചെടുത്തുണ്ട്. അന്ന് ഈ ധനശ്രീ എന്ന് പറയുന്ന ലോട്ടറി ആയിരുന്നു. ഒരു 3-4 വർഷം മുമ്പാണ്. 4 വർഷം മുമ്പ് ഈ ധനശ്രീ ലോട്ടറി 20 ടിക്കറ്റ് ഒന്നിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഇവര് പറഞ്ഞ് എടുത്ത് പിന്നെ ഞാൻ ഇവരോട് ചോദിക്കുന്നത് അടുത്ത ആൾക്കാരോട് ചോദിച്ചാൽ ചേട്ടൻ എന്ത് ഉണ്ടോ എന്നോട് ടിക്കറ്റ് മേടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് ചോദിച്ചു നിങ്ങൾ ആ ടിക്കറ്റ് അദ്ദേഹത്തിന് കൊടുത്തതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, അതാളത്തെ വണ്ടി കയറി പോയെന്ന് പറഞ്ഞ് ടിക്കറ്റ് പോയിട്ട് ഞാൻ എന്നാലും മനസ്സിലാക്കുന്നത് അന്നത്തെ കച്ചവടവും പോയി. കാരണം നമുക്ക് ഇതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ സാമ്പത്തികം ഇല്ലാതായി പോയി. എടുക്കുന്ന ടിക്കറ്റ് കണ്ടവന്മാരെല്ലാം അടിച്ചോണ്ട് പോവുക. കാരണം കണ്ടോ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഇടയ്ക്കെല്ലാം ഉള്ളത്. പക്ഷെ ഇവരെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചേട്ടനെ എന്നൊക്കെ ടിക്കറ്റ് അടിച്ചുകൊണ്ട് പോയിട്ട് ഇവരൊക്കെ എങ്ങനെ ഗതി പിടിക്കുന്നു പറയാം. ചേട്ടൻ ഇപ്പം ടിക്കറ്റ് ഒന്നും വിൽക്കാനുള്ള അവസ്ഥയില്ല. അതുകൊണ്ട് ഇപ്പം വീട്ടിൽ കുത്തിയിരിക്കല്ലേ. ഇപ്പം എന്നാ ചെയ്യാൻ? കാരണം ഇതുമായിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടവരെല്ലാം അടിച്ചുകൊണ്ട് പോവുക. ടിക്കറ്റ് ഒന്ന് വിറ്റാലല്ലേ ഉള്ളൂ അടിച്ചാലും പൈസ കിട്ടുള്ളൂ.
ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് 10-20 ടിക്കറ്റൊക്കെ ഒരു ദിവസം അടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്നാ മോശമാണ്. എന്നൊക്കെ മനുഷ്യനാണോ നിനക്ക്? സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഉണ്ട്, സത്യം ഭയങ്കര സങ്കടമായിട്ട്. അത് ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ഒരു മനസ്സാക്ഷിയില്ല. സ്ഥിരമായിട്ട് ആൾക്കാർ ഇതിനുവേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കൊരു സന്തോഷം. നമ്മളെ കാഴ്ചയില്ലാത്ത ഒരാളല്ലേ, ആരെയും അതെ അതെ, കാഴ്ചയില്ലാത്ത ഒരാളല്ലേ പറ്റിച്ചാൽ ആരും ചോദിക്കാല എന്നുള്ള കാരണം നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റിയല്ല. പക്ഷെ കാഴ്ച ഉള്ളവരുടെ അത്ര ഇത് വരികയല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ടിക്കറ്റ് വിൽപ്പന അങ്ങനെ വാടാൻ നിന്ന് പോയൊരു അവസ്ഥയുണ്ട്. പിന്നെ ഇപ്പം പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ അങ്ങനെ പ്രതിസന്ധിയിലായിപ്പോയി. പിന്നെ ടിക്കറ്റ് വില കൂടിയത് അങ്ങനെ പ്രൈസിന്റെ ഒക്കെ വെച്ച് അങ്ങനെ ഒത്തിരി ഇത് വരുന്നുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഇപ്പം ഒരു പരിപാടി അവരുടെ വീട്ടിൽ പോയി. എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ സഹായിക്കും. പിന്നെ രാവിലെയൊക്കെ അത്യാവശ്യം ഈ തേങ്ങ ചണ്ടുക കഴിക്കണ്ടേ. പണിയെടുക്കാതൊന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ലോട്ടറി പരിപാടിയില്ല. പിന്നെ അതെ അതെ, ലോട്ടറി പരിപാടിയിലായിരുന്നു നമുക്ക് കഴിച്ചു പോകണ്ടേ. അതുകൊണ്ട് പാചകം പരിപാടിയൊക്കെ ചെയ്യും. അത് രസമാണ്. സവാള അരിഞ്ഞ് കഴിഞ്ഞ് കേട്ടോ. ഷൈച്ചാൻ കുക്കിംഗ് തുടങ്ങുകയാണ്. എല്ലാം അരിഞ്ഞെല്ലാം വെച്ച് ഇനി ഗ്യാസ് കത്തിക്കുക. കത്തിക്കണേ. ഗ്യാസ് കത്തിക്കണേ. കത്തി കഴിഞ്ഞ് ഈ ശബ്ദം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്യാസ് കത്തിയെന്ന്. നമുക്ക് വെളിച്ചം ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഈ ശബ്ദം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. നീ അടുപ്പിൽ ചിരിച്ചട്ടി വെച്ചിരിക്കുകയാണ്. ഇനി എണ്ണയൊന്നും ഒഴിക്കണം. അതിനകത്ത് ഇടന്ന് വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ. ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് ഇതിനകത്ത് കടുക് ഇടുകണേ. കുറെ കടുക് കയ്യിലേക്ക് എടുത്ത് വെച്ചിരിക്കണം. ഇതെല്ലാം എനിക്ക് എടുക്കാൻ സമയത്ത് ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കടുകിട്ട് ഇനി അടുത്ത് നമ്മൾ ഈ കോവയ്ക്ക ഇതിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഇതിലേക്ക് ഇട്ട് കഴിക്കുക. തൂത്തണോ അതെ പിടിച്ചില്ല. അത് ഇനി അടുത്ത് ഇതിനകത്ത് ഇതൊക്കെ ആവശ്യമായി അല്പം ഉപ്പിടാം. ഉപ്പിട്ട് ഇതൊന്നും കൂടെ ഇളക്കുകയാണ്. ഇതിപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് ഉപ്പ് ചേർത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിത് ചെറിയ തീയിൽ നമുക്കിത് വേവിക്കാൻ ഇത് മൂടി വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് കറി റെഡിയാവും. ചേട്ടാ നമ്മുടെ എങ്ങനായി കുക്കിംഗ്? എങ്ങനായി? വെന്തം നോക്കിയേക്കല്ലേ? വെന്തം നോക്ക്. ഇപ്പൊ ഞാൻ തവിയൊക്കെ എടുത്ത് നോക്കട്ടെ. ഇപ്പം കറി വെന്ത് കാണും. വെന്ത് സമയം മതി. ആ തുണി ഉണ്ടാകുന്നത് കഴിച്ചിട്ടാണ് എളുപ്പല്ലേ? കൊടില് അതുകൊണ്ട് പാടല്ലേ? ഉടയുന്നുണ്ടല്ലേ? അത് നമ്മളെ കറി അത് വേണ്ട നോക്കുക. അയ്യോ കുഴപ്പമില്ല. സൂപ്പറാട്ടോ. വേറെ സാധനം ചേർത്തില്ല. സൈച്ചേട്ടൻ്റെ ഒരു രീതിയാണിത്. കാരണം
ഇട്ടേക്കുന്ന പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അത് വേറെ പിന്നെ ഉപ്പോ ഇത് വെച്ച് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സാധനം. ഓഫ് ചെയ്തേക്കണം. കാരണം സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മളെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയുള്ള ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ആ ഉപ്പിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പ് കൂടിപ്പോയായിരുന്നു. പക്ഷെ ഉപ്പ് കറക്റ്റാണ്. നല്ല സൂപ്പറായിട്ട് സഹിച്ചേട്ടാ അടിപൊളി. അവിടെ ഇതുപോലെ നമുക്ക് എല്ലാ പരിമിതികൾ നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് പരിമിതികളെ മറികടന്ന് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒറ്റ കാര്യം കൂടെ കൂടി, സാധാരണ ആളുകൾ നടുവേദനയാ കൈവേദനയാ അല്ലെ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞ് ജോലിക്ക് പോകാതെയൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകളെ കൂടെ കാണുക, ചിന്തിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും മടി പിടിച്ച് വീട്ടിലിരിക്കാതെ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ കള്ളന്മാരെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും കണ്ടല്ലോ. അന്നേരം ഇത് നമ്മുടെ ശാരീരികമായ വൈകല്യങ്ങളൊന്നും ഒരു നല്ലൊരു ശതമാനം ജോലി ചെയ്യാൻ ഒരു തടസ്സമല്ല. അന്നേരം എല്ലാവരും അതെല്ലാം മറന്നുകൊണ്ട് അവനവന് കഴിയുന്ന രീതിയിൽ നാടിനെ സഹായിച്ചില്ലെങ്കിലും വീട്ടുകാരെ സഹായിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളിലും ചെയ്യാൻ ശ്രമിക്കുക. അല്ല ചേച്ചി, നിങ്ങളെങ്ങനെ ചേച്ചി തമ്മിൽ കണ്ടുമുട്ടിയത്? നിങ്ങളെങ്ങനെയാ ഒന്നിച്ച് ചേച്ചി എങ്ങനെയാ ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചേ? അതിൻ്റെ ഒന്ന് പറയാം അതിനെ പറ്റി ഒന്ന്. ഞാൻ ചേട്ടനെ സത്യത്തിൽ കണ്ടിട്ടില്ല, ചേട്ടനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ചേട്ടനൊരു പ്രാർത്ഥനാ ജീവിതമുള്ളൊരു ചേട്ടനാണ്. കണ്ണു കാഴ്ചയില്ല എങ്കിലും പ്രാർത്ഥിക്കാനും അതുപോലുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി അപ്പോൾ ഞാൻ തീരുമാനിച്ചു. ഞാൻ കാരണം മറ്റൊരാൾക്കൊരു ജീവിതം കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്നൊരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ വീട്ടുകാരോട് പറയുകയും ചേട്ടൻ്റെ വീട്ടുകാരറിയുകയും അങ്ങനെ വീട്ടിൽ വന്ന് എന്നെ കാണാൻ വന്നു. ഞങ്ങൾ രണ്ടും സാധാരണ പെണ്ണ് കണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകും. പക്ഷെ ഇത് അവിടെ ഒരു 3/4 മണിക്കൂർ വെച്ച് ഞങ്ങൾ രണ്ടും സംസാരിച്ച് ഭയങ്കര സംസാരപ്രിയനാണ്. മനസ്സിലായി. ചേട്ടൻ്റെ ചിരി ചേട്ടനെ ചിരിച്ച് വശീകരിച്ചു അവിടെ. അപ്പം എനിക്ക് സംസാരവും ചിരിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ പോക്കുവരവൊക്കെ നടത്തി സാധാരണ പോലെ വിവാഹം കഴിഞ്ഞു. 26 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് ഞാൻ അംഗൻവാടി ഹെൽപ്പറായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ജോലി കിട്ടിയത്. ഇപ്പോൾ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. 2 മക്കളുണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് പോകും. ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ടൊക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ചേട്ടനൊരു എനിക്ക് സർപ്രൈസ് തരാനായിട്ട് ചേട്ടൻ ചോറ് വെക്കും, കറി വെക്കും. വന്ന് കയറുമ്പോഴാണ് പറയും, എടി നീ ഒന്ന് രുചിച്ച് നോക്കി, ഒന്ന് കഴിച്ചു നോക്കിക്കേ, നമുക്ക് വിശന്നല്ല, ഇച്ചിരി വിശ്രമം സമ്മതിക്കത്തില്ല. പിന്നെ ഞാനത് കഴിക്കും. വളരെ രുചികരമാണ്. ഞാനുണ്ടാക്കുന്നതിലും വളരെ നല്ല രുചികരമായിട്ട് ചേട്ടൻ പരിപ്പ് ചാറ് വെക്കുക, സാമ്പാർ വെക്കുക, മെഴുക്കുവരട്ടി വെക്കുക, ചോറ് വെക്കുക. അപ്പം ചേട്ടന് എന്തും ചെയ്യാനൊരു മനസ്സ്. പിന്നെ അന്നൊന്നും ചേട്ടൻ ലോട്ടറി കച്ചവടത്തിലൊന്നും പോകുന്നില്ലായിരുന്നു. ചേട്ടൻ്റെ വീടിൻ്റെ വെളിയിലോട്ട് തന്നെ ഇറങ്ങി നടക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് ചേട്ടനെ കൊണ്ടുപോയി ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് കോട്ടയത്തുണ്ട്, തിരുവാറ്റ, അവിടെ കൊണ്ടുപോയി. പിന്നെ ചേട്ടൻ അവിടെ വടി ഉപയോഗിച്ച് നടക്കാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി കൊടുത്തു. അതിന് ശേഷമാണ് ചേട്ടൻ ലോട്ടറി കച്ചവടത്തിന് പോയത്. അങ്ങനെ ലോട്ടറി കച്ചവടത്തിന് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ചേട്ടൻ വളരെ ഹാപ്പിയല്ലേ? ഇന്ന് ചേട്ടൻ്റെ ചിരിക്ക് ഒരു മാറ്റവും ഇല്ല. ചിരിക്ക് മാറ്റം ഉണ്ടാകാതെ ചേച്ചി ഇത്ര നാളും കൊണ്ടുവന്നു. നിങ്ങളെ ദൈവം ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു.